ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായി കുത്തിയോട്ടത്തിനുള്ള ബാലന്മാർക്ക് സൗകര്യം ഒരുക്കിയില്ലെന്ന് പരാതി. സ്കൂളുകളിലെ ശുചിമുറിക്ക് സമീപവും വരാന്തയിലുമാണ് കുട്ടികൾ കിടക്കുന്നത്. രക്ഷിതാക്കളിൽ നിന്ന് 12,000 രൂപ വീതമാണ് ക്ഷേത്രം ഭാരവാഹികൾ വാങ്ങിയത്. 580ഓളം കുട്ടികളാണ് ദുരിതം അനുഭവിക്കുന്നത്. സൗകര്യങ്ങൾ ഒരുക്കാത്തതിൽ പ്രതിഷേധവുമായി രക്ഷിതാക്കൾ രംഗത്തെത്തി. അശ്വിൻ ഡിയേഗോ വിവരങ്ങളുമായി ചേരുകയാണ്. അശ്വിൻ, ഇത്തവണത്തെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം പരാതിരഹിതമായി സമാപിച്ചു എന്ന് കരുതിയതാണ്. പക്ഷേ ഈ പുതിയ പരാതിയുടെ അടിസ്ഥാനം എന്താണ് ഈ കുട്ടികളും രക്ഷിതാക്കളും പറയുന്നത്? അശ്വിൻ, ആറ്റുകാൽ പൊങ്കാല മഹോത്സവവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പവിത്രമായ ചടങ്ങുകളിൽ ഒന്നാണ് ബാലന്മാരുടെ കുത്തിയോട്ടം. ആറ്റുകാലമ്മയുടെ പടയാളികളായി അല്ലെങ്കിൽ ആറ്റുകാലമ്മയുടെ പടയായി കണക്കാക്കപ്പെട്ട് അവരുടെ കടുത്ത വ്രതമൊക്കെ എടുത്ത് നടത്തുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഇത്. ബാലന്മാർ കഴിഞ്ഞ 7 ദിവസം അമ്പലത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പൊങ്കാല കഴിഞ്ഞതോടുകൂടി ഇന്നലെ രാത്രിയോടെയാണ് ബാലന്മാരെ മാറ്റി ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. ഇനി മറ്റൊരു ചടങ്ങ് കൂടിയുണ്ട്. ഉച്ചയോടുകൂടി തന്നെ ആറ്റുകാലമ്മ എഴുന്നള്ളി ഈ ബാലന്മാർക്ക് അനുഗ്രഹം നൽകും എന്നുള്ളതാണ് ചടങ്ങുകളുടെ വിശ്വാസം എന്നുള്ളതാണ്. ഈ എല്ലാം 10 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. ഈ കുട്ടികൾക്ക് അടിസ്ഥാന സൗകര്യം പോലും ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് രക്ഷിതാക്കളിൽ പറയുന്നത്. കാരണം ഈ കുട്ടികളുടെ 2 ഭാഗത്തായി ചൂരൽ കുത്തിയിട്ടുണ്ട്. ഇങ്ങനെ കടുത്ത വ്രതമെടുത്ത് ചൂരൽ കുത്തി കിടക്കുന്ന കുട്ടികൾ കിടക്കുന്നത് അട്ടക്കുളങ്ങരയിൽ തന്നെയുള്ള സമീപത്തായുള്ള ഒരു ഗവൺമെന്റ് സത്രം സ്കൂളിന്റെ ഓഡിറ്റോറിയത്തിലും അതുപോലെ തന്നെ ക്ലാസ് മുറികൾക്ക് വരാന്തയിലുമാണ് എന്നുള്ളതാണ്. ക്ലാസ് മുറികൾ പോലും ഈ കുട്ടികൾക്ക് കിടക്കുന്നതിന് വേണ്ടി തുറന്നു നൽകിയിട്ടില്ല. പല കുട്ടികളും കടുത്ത വ്രതമെടുത്ത് പവിത്രതയോടെ വ്രതമെടുത്ത കുട്ടികൾ കിടക്കുന്നത് ശുചിമുറിയുടെ മുൻഭാഗത്താണ് എന്നുള്ളതാണ് രക്ഷിതാക്കൾ പറയുന്നത്. മാത്രമല്ല പല കുട്ടികൾക്കും ഈ തണുത്തുറഞ്ഞ തറയിൽ കിടന്ന് വയ്യാതായി എന്നുള്ളതും രക്ഷിതാക്കൾ ആരോപിക്കുന്നുണ്ട്. നിങ്ങളിപ്പോ സാധാരണ ഇവിടെയാണോ കിടത്തുന്നത്? എങ്ങനെയാണ് ഇതിന്റെ ചടങ്ങുകളൊക്കെ എങ്ങനെയായിരുന്നു? കുട്ടികൾക്ക് ഇപ്പൊ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായത്? സാർ, ഇതില് നമ്മളിവിടെ 1 മണിക്ക് വന്നപ്പോൾ അതിനുശേഷം ഇവിടെ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് വയ്യാതായി. ചോദിക്കുമ്പോൾ ദാ വരുന്നു എന്ന് പറഞ്ഞ ഒരു മനുഷ്യർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരു കുട്ടി വൊമിറ്റ് ചെയ്ത് ഒട്ടും വയ്യാതെ ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. ഇത്രയും നേരമായിട്ട് കമ്മിറ്റിയിൽ നിന്ന് ഒരു മനുഷ്യർ വന്നിട്ടില്ല. രണ്ടാമത്തെ ഒരു വീഴ്ച എന്ന് പറയുന്നത് കുടിക്കാൻ വച്ചിരിക്കുന്ന വെള്ളം. പൊങ്കാലരന്ന് ഒരു നേരം വെറും അവല് മാത്രം കഴിച്ചിട്ട് കഴിക്കുന്ന കുട്ടികളുണ്ട്, കഴിക്കാതെ അത് ഇനഫ് അവർ ബേസ് ചെയ്തിരും. പക്ഷേ അതിനുശേഷം ഇവർ കുടിക്കാൻ വച്ചിരുന്ന വെള്ളമാണ്. സാർ ഇത് നോക്കിയേ, ഈ വെള്ളത്തിൽ ഇതിലില്ലാത്ത എന്തൊക്കെയാ ഉള്ളത് സാറൊന്ന് നോക്കിയേ. ഈ ഓപ്പൺ ആയിട്ടിരുന്ന നിപ്പ പോലെയുള്ള പല അസുഖങ്ങളുള്ള സമയത്താണ് ഇവർ ഈ പരിപാടി കാണിച്ചിരിക്കുന്നത്. ഞാനൊരു ടീച്ചറാണ്. അപ്പോൾ എനിക്ക് ഇതുപോലെയുള്ള കുട്ടികൾ പിന്നീട് സ്കൂൾ കഴിഞ്ഞ് ഈ പരിപാടി കഴിഞ്ഞ് വരുമ്പോൾ മിക്ക കുട്ടികൾക്കും പല പല അസുഖങ്ങളായിട്ട് എക്സാം പോലും എഴുതാതെ വരുന്നുണ്ട്. ശരി, ഗുരുതരമായ പരാതിയാണ് ഈ ആറ്റുകാൽ പൊങ്കാല മഹോത്സവവുമായി ബന്ധപ്പെട്ട കുത്തിയോട്ടത്തിനെത്തിയ ബാലന്മാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും, കുടിക്കാൻ വെള്ളം പോലും ഒരുക്കിയില്ല എന്നുള്ള ഒരു വലിയ പരാതിയാണ് ഉയരുന്നത്. അശ്വിൻ ഡിയേഗോ ആണ് അവിടെ നിന്ന് നമുക്കൊപ്പം ചേർന്നത്.